السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത്, അതുപോലെ പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാര്, അതുപോലെ നമ്മുടെ ക്ലാസ് പല ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനികൾ, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. ഫതുഹുൽ മുഈനിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. 1-2-3 ദിവസമായിട്ട് 4 ദിവസത്തോളായും തോന്നുന്നു നമ്മൾ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യാത്രയിലും മറ്റുമൊക്കെ ആയിട്ടുള്ള എൻ്റെ സൗകര്യം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് തുടങ്ങി വെക്കാം. ബാക്കി നമുക്ക് ഓരോരോ ദിവസങ്ങളായിട്ട് കുറച്ച് നമുക്ക് എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ യാ അർഹമർ റഹീമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, നിർബന്ധമായിട്ടും ഒരു വുളു ചെയ്യുന്ന ആള് വുജൂബിനെ മാത്രം എടുക്കണം, അതായത് സമയം കുടുസായാല്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് പറഞ്ഞു വന്നിരുന്നു. സുന്നത്ത് എടുക്കരുത് എന്നാണ്. അവിടെ ഇമാം ബഗവി തങ്ങളുടെ ഒരു ഫത്വയും വന്നു, അങ്ങനെ എടുക്കരുത് എന്ന് തന്നെയാണ്. സമയം കുടുസായിട്ടുണ്ട്, അതായത് സമയം ഇനി തികയില്ല നമുക്ക് ഫർദ് എടുത്ത് വീട്ടാൻ. അങ്ങനെ വരുമ്പോൾ അവിടെ വുജൂബ് മാത്രം എടുത്തിട്ട് 3 പ്രാവശ്യം ഒന്നുള്ള സുന്നത്ത് കൊണ്ടുവരാതെ ഫർദ് മാത്രം എടുക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു ഇബാറത്ത് വന്നു, ലാക്കിൻ അഫ്താ ഫി ഫവാത്തി സ്വലാത്തി ലൗ അക്മല സുനനഹ ബിഅൻ യഅതിഹ വലൗ ലം യുദ്രിക റകഅതൻ വഖദ് യുഫ്റഖു ബിഅന്നഹു സമ്മ ഇസ്തഗല ബിൽ മഖ്സൂദി. അതായത് ഇങ്ങനെ ഇമാം ബഗവി തങ്ങളുടെ ഫത്വ, അതിനോട് അനുബന്ധമായിട്ട് മറ്റുള്ളവരും അതിന്റെ ഒപ്പം നിന്നു, മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരും. പക്ഷെ നിസ്കാരം ഫൗത്താകും എന്നതിലൊരു ഫത്വ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ? സുന്നത്തുകളെ പൂർത്തീകരിച്ചാൽ അവിടെ ഫൗത്താവുന്നതിൽ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. ഫൗത്താവോ ഇല്ലേ എന്നുള്ളതിൽ ഒരു ഫത്വ ഇമാം ബഗവി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് അത് ഖിറാഅത്തിൽ നീട്ടിയത് പോലെയാണ് എന്ന ഒരു ഉദ്ദേശം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞ ഒരു ഇബാറത്ത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോ ഈ രണ്ടും കൂടി പറഞ്ഞതിൽ വല്ല വ്യത്യാസം ഇല്ലേ എന്ന് സംശയം വരുമല്ലോ. അപ്പൊ അതിനെ യോജിപ്പിക്കുകയാണ് വഖദ് യുഫ്റഖു ബി അന്നഹു സമ്മ ഇസ്തഗല ബിൽ മഖ്സൂദി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചിലപ്പോ നമുക്ക് അവിടെ എന്ത് ഫർക്ക് പറയാം, എന്താ അവിടെ അങ്ങനെ വുജൂബായിട്ടും പിന്നെ ഫൗത്താവെന്ന് കണ്ടാൽ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സ്ഥലത്ത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ സുന്നത്തിലേക്ക് പ്രവേശിച്ചാൽ അയാൾ ഖിറാഅത്ത് നീട്ടിയത് പോലെയാണ് എന്നും പറഞ്ഞല്ലോ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്നൊരു സംശയം ഉദിക്കുമല്ലോ. അപ്പൊ ആ സംശയത്തിന്റെ മറുപടി എന്നോണമാണ് വഖദ് യുഫ്റഖു. ചിലപ്പോ നമുക്ക് എന്ത് പറയാം, ഫർക്ക് പറയാം, ഇത് രണ്ടിന്റെയും വ്യത്യാസമുണ്ട് എന്ന് പറയാം. ബിഅന്നഹു കാര്യം സമ്മ അവിടത്തിൽ അതായത് അങ്ങനെ സുന്നത്ത് കൊണ്ട് ഷൂലാവുന്ന സ്ഥലത്ത് ഇസ്തഗല ബിൽ മഖ്സൂദി, ബിദാത്ത് മഖ്സൂദ കൊണ്ട് തന്നെയാണ് അവിടെ ഷൂലായത്. അങ്ങനെ വന്നപ്പോ, കാരണം 3 പ്രാവശ്യം കൊണ്ടുവരിക എന്നുള്ളത് ഒരു മത്ലൂബാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഷൂലായി. അപ്പൊ കാന കമാലൗ മദ്ദ ഫിൽ ഖിറാഅത്ത്, അപ്പൊ ഖിറാഅത്തിൽ നീട്ടിയതുപോലെ ആയി എന്ന നിലക്കാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കതിന് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ചെറിയ ഒരു ഫർക്ക് അവിടെ വെച്ചാൽ എന്താവും, ഈ 2 ഫത്വയും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് ആ ഇബാറത്ത് പഠിപ്പിച്ചത്. ഇനി രണ്ടാമത്തേത്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ, ഒന്നുകൂടി എടുത്തു പറഞ്ഞാണ്. അന്നഹു സമ്മ എന്നാണ്, സുമ്മയല്ല സമ്മ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഔ ഖില്ലത്തി മാഇൻ, അല്ലെങ്കിൽ വെള്ളം കുറവാണ്, വെള്ളം കൂടുതലില്ല. അങ്ങനെ വെള്ളം കുറഞ്ഞ സമയത്ത് നമ്മൾ വുളു ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, അവിടെ നമ്മൾ ഫർള് മാത്രം എടുക്കണം. അതാണ് ഇബാറത്ത് കൊണ്ട് പറയുന്നത് ബിഹൈസു ലാ യക്ഫി ഇല്ലാ ലി ഫർളിൻ, ഫർളിനല്ലാതെ ആ വെള്ളം മതിയാവാത്ത ഒരു സ്ഥിതിയിൽ. അങ്ങനെ വരുമ്പോഴും എന്ത് പറ്റില്ല, വുജൂബായ ഫർളിനെ കഴുകുന്നതിന് മേൽ ചുരുക്കേണ്ടതുണ്ട്. ഇനി ഫലൗകാന മഅഹു മാഉൻ, അതായത് അതിന്റെ ഒരു തസ്വീർ, അവന്റെ അടുത്തും വെള്ളമുണ്ട്, ലാ യക്ഫീഹി, ആ വെള്ളം മതിയാവുകയില്ല. എന്തിന്? ലി തത്തിമ്മത്തി തുഹ്രിഹി, അവന്റെ ശുദ്ധീകരണം പൂർത്തീകരിക്കാൻ മതിയാവുകയില്ല. എപ്പോ? ഇൻസല്ലസ, അവന് 3 വട്ടം കൊണ്ടുവരികയാണെങ്കിൽ ശുദ്ധീകരണം പൂർത്തീകരിക്കാൻ മതിയാവുകയില്ല. ഔ
അത്ത ബിസുനനി, മൂന്നോട്ടം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സുന്നത്തുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന് മതിയാവുകയില്ല എന്ന ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തുണ്ടായി ഔ യഹ്താജ ഇലൽ ഫാദിലി, അല്ലെങ്കിൽ ഫാദിലായ ശ്രേഷ്ഠമായ ഒരു കാര്യത്തിലേക്ക് അത് ആവശ്യമാകുന്നുണ്ട് എന്ന് വെച്ചാല് ലി അതിഷിൻ മുഹ്തറമിൻ, വന്ദിക്കപ്പെടുന്ന ഒരു ജീവിയുടെ അതിഷ് ദാഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞാല് ഇപ്പോ ആട്, അതല്ലെങ്കിൽ പിന്നെ പശുക്കള്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ വെള്ളം കൊടുക്കപ്പെടാൻ പറ്റുന്ന മറ്റുള്ള മുഹത്തറമായ ജീവികൾ. അപ്പൊ നായയോ എന്നൊരു ചോദ്യം അവിടെ വരും. നായയും അതിൽ പെടുന്നു എന്ന് കിതാബിന്റെ ഇബാറത്തുകളിലുണ്ട്. അത് മുഹത്തറമ അല്ല എന്ന് പറഞ്ഞ് തള്ളേണ്ടതില്ല എന്നതാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഉള്ള ഒരു പിന്നെ ജീവിക്ക് വെള്ളം കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അല്ലെങ്കിൽ സുന്നത്തുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുതഹീറിന് പറ്റുകയില്ല. ഇങ്ങനെ വന്നാല് അവിടെ ഈ പറയപ്പെട്ട സുന്നത്തുകളിൽ ഉപയോഗിക്കുന്നതിന്റെ ഹുക്മ് എന്താണ്? അതാണ് പറഞ്ഞ ഹറുമ ഇസ്തിഅമാലുഹു, ആ വെള്ളത്തെ ഉപയോഗിക്കൽ അപ്പോൾ ഹറാമാണ്, നിഷിദ്ധമാണ്. എന്തിൽ ഉപയോഗിക്കുക? ഫീ ഷൈഇൻ മിനസ് സുനനി, സുന്നത്തുകളിൽ നിന്നുള്ള ഈ വസ്തുക്കളിൽ ഉപയോഗിക്കൽ എന്താണ്? അത് ഹറാമാണ്. അപ്പോ ഇതൊക്കെ പറഞ്ഞത് എവിടെയാണ്? വുളൂഇലാണ്. വുളൂഇല് ഇങ്ങനെയൊക്കെ വെള്ളം സമയം കുടിസാവുകയോ അല്ലെ വെള്ളം കുറയുകയോ ഒക്കെ ചെയ്താല് അതിൽ വുജൂബിന്റെ മേൽ മാത്രം എടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എവിടെയും കുളിയിലും അങ്ങനെ തന്നെയാണ്. വഖദാ യുക്കാലു, ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ മുഴുവത്തിനെയും യുക്കാലു പറയപ്പെടും. എവിടത്തിൽ? യുക്കാലു ഫിൽ ഗുസ്ലി, കുളിയിലും ഇതേ മസ്അല തന്നെയാണ്. കുളിയിലും ഇതേ മസ്അല തന്നെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി ഇപ്പൊ ഹത്തുമൻ നിർബന്ധമായിട്ടും ചുരുക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് കഥഫ് കൊടുക്കുക. വനദുബൻ അലൽ വാജിബി, വാജിബിന്റെ മേൽ സുന്നത്തായിട്ട് ചുരുക്കണം. എപ്പോ? സുന്നത്തുകളൊക്കെ ഉപേക്ഷിക്കൽ കൊണ്ട് ലീദറാക്കി ജമാഅത്ത് കിട്ടാൻ വേണ്ടി. പള്ളിക്ക് ജമാഅത്ത് ഇഖാമത്ത് കൊടുത്ത് ജമാഅത്ത് തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഒതുണ്ടാക്കുന്നത്. അപ്പൊ അവിടെ സുന്നത്തുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ജമാഅത്ത് നമുക്ക് ഫൗത്താവും, പാഴായിപ്പോയി. അങ്ങനെ കണ്ടാലും അവിടെ എന്ത് മതി? ഫർളുമ മാത്രം എടുത്താൽ മതി. അതായത് ലം യർജു ഗൈറഹ, അതായത് ഈ ജമാഅത്തല്ലാത്ത മറ്റൊരു ജമാഅത്തിന് അവനിക്ക് ആഗ്രഹിക്കപ്പെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞാല് അത് പ്രതീക്ഷയുമില്ല. ലം യർജു ഗൈറഹ, മറ്റൊരു ജമാഅത്ത് അവന് പ്രതീക്ഷയുമില്ല, ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് പ്രതീക്ഷയില്ല. ഞാൻ പക്ഷേ മാ ഖീല ബി വുജൂബിഹി, ആ ഒന്നിന്റെ വുജൂബ് കൊണ്ട് പറയപ്പെട്ട ഒന്നാവുന്നത്. ഇതുപോലെ മാ ഒന്ന് ഖീല പറയപ്പെട്ടു, ബി വുജൂബി, ആ ഒന്ന് വുജൂബാണ് എന്നതുകൊണ്ട് പറയപ്പെട്ടു. ഏതുപോലെ? കദ്ദൽക്കി, തേച്ച് കഴുകും പോലെ. അതായത് അപ്പൊ എംബഗി തഖദീമുഹു, അതിനെ മുന്തിക്കൽ നിർബന്ധമാണ് അലൈഹ, ഈ ജമാഅത്തിനെക്കാട്ടും. അപ്പൊ ജമാഅത്തും അതുപോലെ തന്നെ ദൽക്ക് തേച്ച് കഴുകുക എന്നുള്ളത് വുജൂബായ ഒരു സ്ഥലമാണ്. കാരണം അവിടെ വെള്ളം ചേരണമെങ്കിൽ അവിടെ അഴുക്കൊക്കെ പിന്നെ കഴുകി കളയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒന്ന് അത് സുന്നത്ത് തന്നെയാണ്, പക്ഷെ അത് വുജൂബിന്റെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം? ആ സുന്നത്തായ കാര്യത്തിനെ കൊണ്ടുവരണോ വേണ്ടയോ? പക്ഷെ അവിടെ എന്താണെന്ന് മുന്തിക്കേണ്ടതുണ്ട്. ആ മുന്തിക്കണം എന്ന് പറഞ്ഞതിനെ ഏതൊന്നിനോട് തുല്യമാക്കിയിട്ടാണ് പറയുന്നത് എന്നറിയുമോ? നളീറ മാ മറ, മേൽപ്പറഞ്ഞ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തിയതായ സ്ഥിതിയിൽ. ആ ഒന്നെന്തിനാൽ മിൻ നദ്ബി തഖദീമിൽ ഫായിതി, പാഴായിപ്പോയ നിസ്കാരത്തെ മുന്തിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട് പാഴായിപ്പോയത്? കാരണം കൊണ്ട് പാഴായിപ്പോയ പാഴായിപ്പോയ നിസ്കാരം പോലത്തേനെ മുന്തിക്കൽ സുന്നത്താണ്. എന്തിനെക്കാട്ടിലും? അലൽ ഹാദിറത്തിനെ കാട്ടിലും. എപ്പോൾ? വഇൻ ഫാത്തത്തിൽ ജമാഅത്ത് ഫൗത്തായാലും ശരി അതിനെ മുന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനോട് തുല്യപ്പെടുത്തിയതായ സ്ഥിതിയിൽ ദൽക്ക് തേച്ച് കഴുകുക പോലത്തത് നിർബന്ധമായ ഒരു ഘട്ടം വരികയാണെങ്കിൽ അവിടെ സുന്നത്ത് ആണ് എന്നതിനെ മാനിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത് ഒഴിവാക്കാൻ പാടില്ല. അവിടെ അതിനെ മുന്തിക്കേണ്ടതുണ്ട്. അപ്പൊ വനതുവൻ സുന്നത്തായിട്ട് ചുരുക്കിക്കൊള്ളട്ടെ. അൽ വാജിബി, വാജിബിന്റെ മേല്. എന്തുകൊണ്ട് ചുരുക്കട്ടെ? ബി തെർക്ക് സുനനി, സുന്നത്തുകളെ ഉപേക്ഷിക്കൽ കൊണ്ട്. എന്തിനു വേണ്ടി നദുബായിട്ട് ചുരുക്കട്ടെ? ഇദറാക്ക് ജമാഅത്തിനെ എത്തിക്കാൻ വേണ്ടി. എങ്ങനത്തെ ജമാഅത്ത്? ലം യർജു ഗൈറഹ, മറ്റൊരു ജമാഅത്ത് അവനക്ക് പ്രതീക്ഷയില്ല, ആഗ്രഹവുമില്ല എന്ന് പറഞ്ഞാല് പ്രതീക്ഷയില്ല. ഞാൻ ഒന്ന് ശ്വാസം വിടുക. ഞാൻ എങ്കിലും അത് മാ ഖീല ബി വുജൂബിഹി, ഏതോ ഒരു കാര്യം, ആ കാര്യം വുജൂബാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നാകുന്നത്,
അത് ഏതുപോലെ കദ്ദൽക്കി ദൽക്ക് പോലെ കേച്ച് കഴുകും പോലെ അങ്ങനത്തെ ഒന്നാവുന്ന എംബകി തക്കദീമുഹു ആ ഒന്നിനെ മുന്തിക്കൽ വുജൂബാണ്. എംബകി അത്യാവശ്യമാണ്, വുജൂബാണ്. അലൈഹ ജമാഅത്തിനെക്കാട്ടിലും ഇതിനെ മുന്തിക്കണം. ഏതുപോലെയായ സ്ഥിതിയിൽ നദീറമാമറ മേൽ പറയപ്പെട്ട ഒന്നിനോട് തുല്യപ്പെടുത്തിയതായ സ്ഥിതിയിൽ ആ മാമറ എന്താണ്? മിൻ നദ്ബി തഖ്ദീമിൽ ഫായിത്തി പാഴായിപ്പോയ നിസ്കാരത്തെ മുന്തിക്കൽ സുന്നത്താണ് എന്നതിനാൽ. എന്തുകൊണ്ട് ഇപ്പൊ എങ്ങനെ പാഴായി? ബേദുറൻ കാരണത്തോടുകൂടെ, അതായത് രോഗമുണ്ടായി, അല്ലെങ്കിൽ ഹബസിലായി, അല്ലെങ്കിൽ യാത്രയിലായി, അങ്ങനെയൊക്കെ. എന്തിനെക്കാട്ടിലും മുന്തിക്കണം? അല്ലിൽ ഹാദിറത്തി ഹാദിറ ഇപ്പോൾ നിലവിൽ ഹാദിറായ നിസ്കാരത്തിനെക്കാട്ടിലും. എപ്പോഴാണ് മുന്തിക്കണം എന്ന് പറഞ്ഞത്? വൈം ഫാത്തത്തിൽ ജമാഅത്തു ജമാഅത്ത് അവന് പാഴായി പോയാലും ശരി എന്ന് പറഞ്ഞതിനോട് തുല്യപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഇതിനെ മുന്തിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് നമ്മൾ എത്തിയത്. ഇനി നമുക്ക് പുതിയൊരു വിഷയമാണ് തത്തിമ്മത്തിന് എന്നിട്ട് പറയുന്നത്. തയമ്മത്തിനെ സംബന്ധിച്ചാണ് കുറച്ച് വിശദീകരിക്കുന്നുള്ളൂ. ഫത്വയിലും മറ്റു ഗ്രന്ഥങ്ങളിലുള്ള പോലെ ഇല്ല. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൈറിനെ പറയാനും കേൾക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.